പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവം എനിക്ക് ഇവിടെ നിൽക്കാനുള്ള കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമുക്കിനി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. സ്വർഗസ്നായ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മുഴുവൻ സൂക്ഷിച്ചിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങിപ്പോ പ്രസംഗിക്കാൻ പോകുന്ന കർത്താവേ, അങ്ങനത്തെ ജനത്തോട് പറയാൻ എന്തോ ഉള്ളത് അത് എന്നിലൂടെ പറയാൻ സഹായിക്കുന്ന കർത്താവെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാം നമ്മൾ നന്നായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായി സ്തോത്രം യേശു നാമത്തിൽ ആമേൻ. എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് പ്രയർ, അഥവാ പ്രാർത്ഥനയുടെ ശക്തി എന്നാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ജെറമയ 33:3. ഒരാൾ വായിക്കാം. അത് ഇംഗ്ലീഷിൽ പറയുന്നത്, കോൾ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു ആൻഡ് ഐ വിൽ ടെൽ യു ഗ്രേറ്റ് ആൻഡ് അൺസേർച്ചബിൾ തിങ്സ് ദാറ്റ് യു ഡു നോട്ട് നോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ വാക്യം നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ പവർ കോൾ ടു മീ. കോൾ ടു മീ എന്ന പാർട്ട് അത് നമുക്ക് പറയാം ദ പവർ ഓഫ് ഹിസ് പൊസിഷൻ. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ദൈവം അത് കേൾക്കും. അത് നമുക്ക് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും. ഇത് ദൈവം നമ്മളെ വിളിക്കാൻ ഒരു മോട്ടിവേഷൻ നമുക്ക് എന്നും ദൈവത്തെ വിളിക്കുവാൻ ഒരു മോട്ടിവേഷൻ എന്നും തരുന്നതാണ്. ഇതിൽ റിലേറ്റഡ് ആയിട്ടൊരു വാക്യമുണ്ട്. ജെറമയ 29:13. ഇതിൽ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം. യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സീക്ക് മീ വിത്ത് ഓൾ മൈ ഹാർട്ട്. സോ ഇതിൽ ദൈവം പറയുന്നത് വെച്ചാൽ നമ്മളായ ദൈവത്തിൻ്റെ ജനം ദൈവത്തെ സീക്ക് ചെയ്യണം, നമ്മൾ ദൈവത്തെ അന്വേഷിക്കണം. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ സീക്ക് ചെയ്യേണ്ടത്? നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കണം. ആമേൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഐ വിൽ ആൻസർ യു. ഫസ്റ്റ് ദൈവത്തിന്റെ പൊസിഷനെ റിപ്രസെന്റ് ചെയ്യുന്നു. സെക്കൻഡ് എന്ന് വെച്ചാൽ പവർ ഓഫ് ഹിസ് പ്രോമിസ്. ദൈവത്തിന്റെ പ്രോമിസ്, അതിന്റെ ശക്തിയെ അത് റിപ്രസെന്റ് ചെയ്യുന്നു. ഇതിൽ ഒരു റിലേറ്റഡ് ആയിട്ട് ഒരു വാക്യമുണ്ട്. റോമൻസ് 8:32. ഒരാൾ വായിക്കാം. ദൈവം ഇതിൽ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ സ്വന്തം പുത്രനെ ഇങ്ങനെ സ്പെയർ ചെയ്യാതെ, he who did not spare his own son but gave him up for us all. ഇത് സ്വന്തം പുത്രനെ തന്നെ നമുക്ക് വേണ്ടി കൊടുത്ത ദൈവമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ തരുവാൻ ശക്തനാണ്. ആമേൻ. ഇതിൽ പറഞ്ഞു വെച്ചാൽ when we obey the command to pray, God provides confidence that he will answer. നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ അനുസരിക്കുന്ന അത് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. ആമേൻ. മൂന്നാമത്തെ കാര്യം വെച്ചാൽ പവർ ഓഫ് ഹിസ് പെർsuasion എന്ന് പറഞ്ഞാൽ പ്രേരണ. ദൈവം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഇതിൽ മൂന്നാമത്തെ വെച്ചാൽ ഐ വിൽ ഷോ യു ആൻഡ് ടെൽ യു ഗ്രേറ്റ് ആൻഡ് അൺസേർച്ചബിൾ തിങ്സ് ദാറ്റ് യു ഡു നോട്ട് നോ. എന്തോ ഈ ഗ്രേറ്റ് ആൻഡ് അൺസേർച്ചബിൾ തിങ്സ്, ഇത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ്, ഗ്രേറ്റ് തിങ്സ്, വലിയ കാര്യങ്ങൾ. അതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് യാക്കോബിന്റെ കാര്യം നമുക്ക് എടുക്കാം. യാക്കോബ്, പിന്നെ മോസസും ഇസ്രായേലൈറ്റ്സും. ദൈവം മോസസിനെ ഇസ്രായേലൈറ്റ്സിനെയും കുറെ അനർത്ഥങ്ങളിൽ നിന്നും നമ്മൾ വിടുവിച്ചിട്ടുണ്ട്, കുറെ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു വാക്ക് പറയാം, ഗ്രേറ്റ് ഡെലിവറൻസ്. അതിന് ദൈവം മറ്റേ റെഡ് സീ നിന്ന് റെഡ് സീ വിഭാഗിച്ചിട്ട് ഇസ്രായേലിനെ കടത്തിയതും ഫറവോന്റെ ഈജിപ്ഷ്യൻസിനെ കൊന്നതും അതെല്ലാം നമുക്ക് ഈ ഗ്രേറ്റ് ഡെലിവറൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും.
സെക്കൻഡ്, മൈറ്റി തിങ്സ്. മൈറ്റി തിങ്സ് എന്ന് വെച്ചാൽ ശക്തമായ കാര്യങ്ങൾ. ഈ ശക്തമായ കാര്യങ്ങൾ ഒരു മീനിങ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോ ഈ സെർച്ച് ചെയ്യുവാണെങ്കിൽ മൈറ്റി തിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തെ ഫോർട്ടിഫൈ ചെയ്യുന്നു, അതോ നമ്മൾ അതിനെ ഒന്ന് ക്ലോസ് ചെയ്യുന്നു, ഒരു അടച്ചു വെക്കുക, അത് ബിക്കോസ് അത് സേഫ് ആക്കി വെക്കാൻ വേണ്ടി. തേർഡ് തിങ് എന്ന് വെച്ചാൽ തിങ്സ് ദാറ്റ് വി ഡു നോട്ട് നോ. ഇതിൽ പെർഫെക്റ്റ് ആയിട്ടൊരു വാക്യമുണ്ട്, ഫസ്റ്റ് കൊരിന്ത്യൻസ് 2:9. ഇത് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. ദൈവം സ്നേഹിക്കുന്നവർ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങൾ കാണിക്കുന്നു. ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വാക്യമാണ് ഈ മൂന്നാമത്തെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു ആൾ മാത്രമേ ഒരാളെ കൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ആ ആളാണ് ഹോളി സ്പിരിറ്റ്. ആ ഹോളി സ്പിരിറ്റ് കാരണം മാത്രമേ ഈ ഹോളി സ്പിരിറ്റ് നമ്മൾ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല, നമ്മൾ തന്നെ പോലും അറിയാൻ പറ്റുന്നില്ല. ഇതിൽ ഒരു ലാസ്റ്റ് അവസാനമായി ഒരു വാക്യം പറയാം, ഐശയ്യ 48:6. ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ ഇത് പ്രസ്താവിക്കയില്ലേ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാത്ത മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഇതില് എന്നെ ടച്ച് ചെയ്ത വാക്യം, ഫ്രോം നൗ ഓൺ ഐ വിൽ ടെൽ യു ഓഫ് ന്യൂ തിങ്സ്, ഓഫ് ഹിഡൻ തിങ്സ് അൺനോൺ ടു യു. നമ്മൾ ഇതുവരെ കാണാത്തത്, നമ്മൾ ഇതുവരെ വിചാരിച്ചു പോലും ഇല്ലാത്ത കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിക്കുവാൻ ശക്തനാണ്. ആമേൻ. ഇതിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ജാഗരിക്കുമ്പോഴും എല്ലാം നമ്മൾ ഓരോ 3 കാര്യങ്ങൾ ഓർക്കണം. ദൈവം നമുക്ക് എന്ത് ചെയ്യുവാനും ശക്തനാണ്. അതിൽ ദൈവം ഒരു പ്രോമിസും വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അവസാനത്തെ കാര്യം, നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന്റെ ഈ പ്രോമിസ് ജാഗരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിലെല്ലാം ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് ഈ പ്രാർത്ഥന അവസാനിക്കുന്നു. ആമേൻ.